നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. The Gospel according to St. Luke chapter 16 verse 20. And at his gate lay a poor man named Lazarus, covered with sores. ധനവാനും ദരിദ്രരും നിറഞ്ഞതായിട്ടൊരു ലോകത്തിൽ നാം ജീവിക്കുന്നു. ഉത്തരേന്ത്യയിൽ എല്ലാ ദിവസവും ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ച് പശുക്കൾക്ക് ആഹാരം നൽകുന്നതായുള്ളൊരു രീതി കാണപ്പെടുന്നതായി നമുക്ക് ദർശിക്കാം. തങ്ങൾക്കുള്ളതെല്ലാം തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് ഓർക്കുകയും സർവ്വ ജീവജാലങ്ങൾക്ക് വേണ്ടി നൽകുവാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംരംഭത്തിൻ്റെ സൂചനയാണത്. മഹാത്മാഗാന്ധിജി ഈ ലോകത്തിൽ ജീവിച്ചതായുള്ള കാലഘട്ടത്തിൽ പറയുകയുണ്ടായി, God has created so many people in this world and He has given provisions for all. പിന്നെ എന്തുകൊണ്ടാണ് കുറച്ച് ആളുകൾക്ക് ലഭിക്കാതെ പോകുന്നത്? അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട്, that is because of the greed that the people have. നോബൽ ലോറേറ്റ് ആയിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പോവർട്ടി ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ പുവർ. പോവർട്ടി ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ പുവർ. അധിവസിക്കുന്നതായുള്ള ഈ ലോകത്ത്, പ്രത്യേകിച്ച് ഭാരതഭൂമിയിൽ വളരെയധികം ആളുകൾ പട്ടിണിപ്പാവങ്ങളാണ്. അതുപോലെ തന്നെ so many people are illiterate. ഈ രണ്ട് കാര്യങ്ങളെയാണ് നാം സാധാരണയായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ അമ്മ എന്ന് വിശേഷിക്കപ്പെട്ടതായുള്ള മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, ദ പുവർ ആർ ബ്യൂട്ടിഫുൾ. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ഒരിക്കൽ അവരുടെ പടിപ്പുരയിൽ ചില ആളുകളൊക്കെ ചെന്ന് വാതുക്കൾ മുട്ടി, അമ്മ വന്ന് കതക് തുറന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ വസിക്കുന്നതായുള്ള ചേരി പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നും ഭക്ഷിപ്പാനായിട്ടില്ലാതെ പട്ടിണി കിടക്കുന്നതായിട്ട് കുറേ ആളുകളുണ്ട്. അമ്മയുടെ കരങ്ങളിൽ വല്ലതും ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി കൊടുക്കണം. തനിക്ക് കിട്ടിയതായിട്ടുള്ള ഭക്ഷണ വസ്തുക്കളെല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി അമ്മ ആ ചേരിയിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ അമ്മയെ വിളിച്ച് തൻ്റെ പൊതിയിൽ നിന്ന് കുറച്ച് ഭക്ഷണപദാർത്ഥങ്ങളെടുത്ത് അവർക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ വീട്ടിലെ അമ്മ പറഞ്ഞു, അമ്മ പോകരുത്, ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ ഇങ്ങനെ എന്താണ് അങ്ങനെ തന്നോട് പറഞ്ഞത് എന്ന് കേൾക്കുന്നതിനായിട്ട് വളരെയധികം ആകാംക്ഷാഭരിതയായി മദർ തെരേസ അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ കണ്ട കാഴ്ച, അവൾ അവളുടെ വീട്ടിലേക്കല്ല പോയത്, തൊട്ടടുത്തുള്ളതായിട്ട് വീട്ടിലേക്കാണ് പോയത്. മടങ്ങി വന്നപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. തനിക്ക് ലഭിച്ചതായുള്ള ഭക്ഷണത്തിൻ്റെ ഒരംശം ആ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വരികയാണ്. അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നത്, ദ പുവർ ആർ ബ്യൂട്ടിഫുൾ, ദേ നോ ഹൗ ടു ഷെയർ ദ ഫുഡ്. അപ്പോൾ അവളോട് ചോദിച്ചു, നീ എന്തിനാ അവിടെ പോയി ഈ ഭക്ഷണമൊക്കെ കൊടുത്തത്? നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ തന്നുള്ളല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനും എൻ്റെ മക്കളുമൊക്കെ പട്ടിണിയാണ്. അത് ശരിയാണ്, എന്നാൽ അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള വീട്ടിലെ അമ്മയും മക്കളും ഒക്കെ പട്ടിണിയിലാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കാതെ എനിക്ക് തന്നെ ഭക്ഷിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. The poor are beautiful, they know how to share the food. ഈ ബുദ്ധവിഹാരത്തിൽ നിന്ന് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള മങ്ക് സന്യാസിമാരെ എല്ലാ ദിവസവും അവിടുന്ന് ഇറങ്ങി പുറപ്പെടും. അവർ പുറപ്പെട്ടു പോകുന്നതായുള്ള അവസരത്തിൽ അവർക്ക് ചില ഭവനത്തിൽ നിന്നൊക്കെ ഭക്ഷണം കൊടുക്കും.
ഒരു വ്യത്യാസം, ഇന്ന ഭക്ഷണം വേണമെന്ന് പറയാനായിട്ട് അവകാശം. കിട്ടുന്നത് വാങ്ങിച്ചോ, അതുകൊണ്ട് തൃപ്തി അടഞ്ഞോ. കിട്ടുന്നത് കൊണ്ട് തൃപ്തി അടഞ്ഞോ. നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കുമോ ഇനഫ് ഇസ് ഇനഫ്? നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കുമോ ചില ഭക്ഷ്യപദാർത്ഥങ്ങളോട് നോ എന്ന്, എനിക്ക് ഇത്രയും വേണ്ട എന്ന് പറയുന്നതിനായിട്ട് സാധിക്കുമോ? നാം വായിക്കുന്നത് ഈ ധനവാനായിട്ടുള്ള മനുഷ്യന്റെ പടിപ്പുരയിൽ ഒരു ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ കടന്നിരുന്നു എന്നതാണ്. എന്താണ് പടിപ്പുര? ഇന്ന് പുതിയ വീടുകളൊക്കെ വയ്ക്കുന്ന ആളുകൾ ഒരു പടിപ്പുരയും കൂടി ഉണ്ടായാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ വീട് മണികെട്ടിയ വീടാണ് എന്ന് പറയുന്നതിനായിട്ടാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ആളുകൾ രാത്രി പോയി പടിപ്പുര അടയ്ക്കുമായിരുന്നു. എന്നാൽ അടയ്ക്കുന്നതിന് മുമ്പേ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഇവിടെ ആരെങ്കിലും അത്താഴം കഴിക്കാതെ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ അവർക്ക് അത്താഴം കൊടുത്തതിന് ശേഷം മാത്രമേ ആ പടിപ്പുര അടയ്ക്കുകയുള്ളൂ. മഹാകവിയായിരുന്ന വള്ളത്തോളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ആരെങ്കിലും ചെന്നാൽ, കഥയൊക്കെ തുറന്നിട്ടിരിക്കുക, കയറി ചെന്നാൽ ഇന്ന് നീ ഒന്നും കഴിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ശേഷം അവന് ആവശ്യമായുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കും. മറ്റുള്ളവൻ്റെ ആവശ്യത്തെ നോക്കിക്കാണുവാനായിട്ടുള്ളൊരു മനസ്സും ഹൃദയമൊക്കെ നമുക്കുണ്ടോ? ആർ യു ഹംഗ്രി? നമ്മുടെ മരിച്ചുപോയതായിട്ടുള്ള ഈജ ജോർജനോട് ചോദിക്കും, വല്ലതും കഴിച്ചതാണ് എന്ന്. അപ്പോൾ പറയും, ഞാൻ കഴിച്ചതാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇന്നല്ല, ഇന്നലെ കഴിച്ചതാണെന്നാണ് പറഞ്ഞത്. അതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുതയുണ്ട്. നാം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ 1/3 വേസ്റ്റാണ്. 1/3 വേസ്റ്റാണ്. പഴമക്കാർ ചെയ്യുന്നതായിട്ടൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇന്ന് ആരെങ്കിലും വിരുന്ന് വന്നാൽ എന്നാലോ എന്ന് വിചാരിച്ച് അവർക്കൂടെയുള്ള അരി എടുത്താണ് ഇടുന്നത്. എപ്പോൾ വന്നാലും ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകും. ഇവിടെ വന്നതായിട്ടുള്ള ആരും പട്ടിണിയായിട്ട് പോയിട്ടില്ല എന്ന അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്യും. ഉച്ചയ്ക്ക് മാത്രമല്ല, വൈകിട്ടും ഉണ്ടായിരിക്കും. അതാണ് പഴയ കാലങ്ങളിലൊക്കെ പഴങ്കഞ്ഞിയായിട്ട് നമ്മൾ കുടിച്ചിട്ടുള്ളത്. മറന്നുപോയിട്ടില്ലല്ലോ പഴങ്കഞ്ഞി. ഇന്നത് ലക്ഷറിയസ് ഐറ്റമാണ്. അത് കിട്ടുന്നതായ ചില കടകളുണ്ട്, അവിടെ ചെന്ന് വാങ്ങി അത് കഴിക്കുന്നത് വലിയ രുചിയാണ്. എന്നാൽ പഴയ കാലത്തെ നമ്മുടെ എല്ലാ വീടുകളിലെ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയിരുന്നതായിട്ടുള്ള ഭക്ഷണമായിരുന്നു എന്നത് ഓർക്കേണ്ടതായിട്ട് ആവശ്യകതയുണ്ട്. ഇന്ന് കേരളം നിറച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്നതായിട്ടുള്ളൊരു കൂട്ടരുണ്ട്, അതിഥി തൊഴിലാളികൾ എന്ന് നാം വിളിക്കും. എന്തിനങ്ങനെ വിളിക്കുന്നത് എനിക്കറിയാനായിട്ട് പാടില്ല. അതിഥികളാണ്. അതിഥി എന്ന് പറയുന്നത് നാം വിളിക്കാതെ വീട്ടിൽ വരുന്നതായുള്ള ആളിനെയാണ് അതിഥി എന്ന് വിളിക്കുന്നത്. എന്നാൽ അവർ ഗസ്റ്റാണ് എന്ന് കരുതുന്നുണ്ട്. അതുപോലെ അവരെ കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ധനാഢ്യനായിട്ടുള്ള മനുഷ്യൻ, ഒത്തിരി പണമുണ്ട്. അദ്ദേഹത്തെ വീട്ടിൽ വിരുന്നിന് ആളുകളെയൊക്കെ ക്ഷണിച്ചിരുന്നു. അടുത്ത ദിവസം അതിഥി തൊഴിലാളികൾ ഒരാളെ വിളിച്ച് പറഞ്ഞു, ഒരു വലിയ കുഴി ഉണ്ടാക്കണം. അവന് പിടിയൊന്നും കിട്ടിയില്ല. അവൻ ഈ ദിവസം എൻ്റെ ജോലി അതാണ്, കുഴി ഉണ്ടാക്കുക. അപ്പം ഉണ്ടാക്കാം. അവൻ വലിയൊരു കുഴി ഉണ്ടാക്കി. കുറേ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, മണം കൊണ്ട് മനസ്സിലായി, അവിടെ ഇതാ ബിരിയാണി കൊണ്ടുവന്ന് ഇടുവാനായിട്ട് പോകുന്നു.
ചെമ്പ് കണക്കിനാണ് ബിരിയാണി കൊണ്ടുവന്ന് അതിനകത്ത് തട്ടിയത്. നിങ്ങൾ വിശ്വസിക്കുകയില്ല. ആ കുഴി വലിയ കുഴി ആയിരുന്നുവെങ്കിൽ തന്നെ ഇതെല്ലാം കൂടെ കൊണ്ട് ഇട്ടിട്ടും പിന്നെയും അത് കൂന പോലെ കിടക്കുകയാണ്. അപ്പോൾ ഈ അതിഥി തൊഴിലാളിയോട് പറഞ്ഞു, നീ അതിൻ്റെ മുകളിൽ കയറി ഒന്ന് ചവിട്ടി താക്കണം. അവൻ പറഞ്ഞു, സാറേ ഇത് മാത്രം എന്നോട് പറയരുത്. അപ്പോഴാണ് അയാളുടെ കണ്ണ് തുറന്നത്. ഉടനെ ചോദിച്ചു, നീ എവിടുത്തുകാരനാ? ഞാനൊരു ബീഹാറിയാണ്. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു മകളുണ്ടായിരുന്നു, അവളുടെ പേര് ബസുമതി എന്നാണ്, അവൾ മരിച്ചുപോയി. അപ്പോൾ ചോദിച്ചു, എന്താണ് അവൾ മരിക്കാനുള്ള കാരണം? അപ്പോൾ ഈ ധനവാനായുള്ള മനുഷ്യൻ ആ അതിഥി തൊഴിലാളിയോട് പറയുകയാണ്, അതിഥി തൊഴിലാളി ധനവാനായിട്ടുള്ള മനുഷ്യനോട് പറയുകയാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ അവരെ പുലർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ട് അവർ പട്ടിണിയായിരുന്നു. അവൾ മണ്ണ് വാരി തിന്നാണ് ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞത്, മരിച്ചുപോയി. അവൾ മരിച്ചതിന് കാരണം പട്ടിണിയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹമേ, നമ്മൾ ആരും പട്ടിണി കൊണ്ട് മരിക്കുകയില്ല, ഉറപ്പാണ്. അല്ലെങ്കിൽ വല്ല രോഗമൊക്കെ വന്ന് ബാധിച്ച് ആശുപത്രി കിടക്കുന്നതായുള്ള അവസ്ഥയിൽ ഒന്നും കിട്ടാതെ മരിക്കുന്നതായിരിക്കും. പക്ഷേ മണ്ണ് വാരിത്തുന്നൊന്നും ആരും മരിക്കുക. നോബൽ ലൊറേറ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശിലെ നോബൽ ലൊറേറ്റ് ആയിരിക്കുന്ന മുഹമ്മദ് യൂനുസ് പറഞ്ഞതായുള്ള വാക്കുകൾ നമുക്ക് ഓർക്കാം. പോവർട്ടി ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ പുവർ പീപ്പിൾ. പോവർട്ടി ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ പുവർ പീപ്പിൾ. ആരാണ്? ഞാനും നിങ്ങളുമാണ്. ഇന്ന് നമുക്ക് ഭക്ഷിപ്പാനായിട്ട് ഉണ്ടാക്കുന്നതിൽ 1/3 നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് കുഴിച്ചു മൂടാനായിട്ടാണ്. വളരെ അടുത്ത സമയത്താണ് നാം വായിച്ചത്, എ ഫാമിലി ഓഫ് 5 members with 2 children committed suicide. അവളെ കണ്ണ് കാണാൻ പാടില്ലാത്തൊരു അന്ധ കൂടിയായിരുന്നു. they committed suicide. ഇന്ന് അനേകം ആളുകൾ ഈ സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഭക്ഷിപ്പാനായിട്ട് ആഹാരമില്ല എന്നതാണ്. അതിനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളതാണ്. ഇന്ന് ദശാംശ ദിന സ്തോത്രകാഴ്ചയാണ്. നമുക്കുള്ള വരുമാനത്തിൻ്റെ ദശാംശം വേർതിരിച്ച് കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതായ ദിവസമാണ്. സ്തോത്രകാഴ്ച കഴിഞ്ഞ് അവിടെ ആരും ഭാരപ്പെടേണ്ട. നിങ്ങൾ എന്താ കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമല്ല യേശു ക്രിസ്തു വളരെ മഹനീയമായിട്ടൊരു മാതൃക നമ്മെ കാട്ടി തന്നിട്ടുണ്ട്. ഒന്നാമത്, ഹി ഹാഡ് വൈക്കേറിയസ് സഫറിങ്. തനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സഹനത്തെ ഏറ്റെടുക്കുന്നതായിട്ടുള്ള വ്യക്തിയായിട്ട് കർത്താവിനെ കാണുകയാണ്. രണ്ടാമത്, തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നിറവേറുന്നതിനായി പാപികളായ നമുക്കെല്ലാവർക്കും വേണ്ടി, ഈ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായിട്ട് തീരുകയാണ്. There was nothing left. He died on the cross. He died. എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമായി, ഒന്നുമില്ല, തീർന്നു. എന്നാൽ അതിൻ്റെ മറുവശമാണ് ഇന്ന് നമ്മെ സഭയായിട്ട് നിലനിർത്തുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ, he rose from the dead. ജീവിതം അവിടെ അവസാനിക്കുകയായിരുന്നില്ല, അതിനപ്പുറത്തായിട്ടുള്ളൊരു ജീവിതമുണ്ട് എന്നത് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. കർത്താവ് പറഞ്ഞതായുള്ള ഉപമയിലും അപ്രകാരമുള്ള അനുഭവത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ലാസറെ മരിച്ചു, അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി. ധനവാനും മരിച്ചു, എരിയുന്നതായുള്ള തീച്ചുളയിലേക്ക് പോയി.
അപ്പോൾ പറയണം, അബ്രഹാം പിതാവേ, നീ അവനോട് പറയണം, അവൻ്റെ വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു തുള്ളി വെള്ളം, ജസ്റ്റ് 1 ഡ്രോപ്പ് ഓഫ് വാട്ടർ, വേറൊന്നും വേണ്ട, ജസ്റ്റ് 1 ഡ്രോപ്പ് എൻ്റെ നാക്കിലേക്ക് ഒഴിച്ചു തരാനായിട്ട് പറയണം. ഞാനിവിടെ കിടന്നങ്ങ് വിഷമിക്കുകയാണ്, ദുരിതം അനുഭവിക്കുകയാണ്. I never experienced this much of suffering in my life. നമുക്കെങ്ങനെ ഒരു മിഥ്യാധാരണയുണ്ട്, ഓൾ സഫിഷ്യൻസിയിലേക്ക് നമുക്ക് വളർന്നു വരുവാനായിട്ട് കഴിയുമെന്ന്. അതുകൊണ്ട് പണം സമ്പാദിക്കുന്നു, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു, നമ്മളുടെ ജോലിയൊക്കെ സുരക്ഷിതമാക്കുന്നു. ഓൾ സഫിഷ്യൻസി അങ്ങനെ ആരുമില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചതിന് 8 സെഞ്ചുറിക്ക് മുമ്പായി ഈ ലോകത്തിൽ ജീവിച്ചതായുള്ള ശ്രീ ബുദ്ധ പറയുകയുണ്ടായി, all suffering that you see in this world is because of the desire that the people have. വേണം 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 എന്നുള്ളതായുള്ള മോഹം, അത് നമ്മളെ എങ്ങും ഫുൾ സ്റ്റോപ്പ് ഇടാൻ അനുവദിക്കത്തില്ല. ഇറ്റ് ഗോസ് ഓൺ, ഒന്നിനു പുറകെ ഒന്നായിട്ട്, എത്രയുണ്ടേലും മതിയാവുകയില്ല. ഭക്ഷണം വളർന്നുന്നിടത്ത് പോലും പോരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിക്കുക എന്ന് പറഞ്ഞാണ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്. 2 വാക്കുകൾ, ചെറിയ വാക്കുകളാണ്, മതിയെന്നും വേണ്ട എന്നും. എനിക്ക് വേണ്ട, എനിക്ക് ഇത്രയും മതി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഈ 2 വാക്കുകൾ ജീവിതത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഞാൻ അടുത്ത സമയത്ത് തിയോഫിലസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഫാദറിനെ കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം കൊടുങ്ങല്ലൂരിന് സമീപത്ത് കോട്ടപ്പുറത്ത് 1913 ജനിച്ചതായുള്ള വ്യക്തിയാണ്. വളരെ കുറച്ച് നാളെ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. എന്നാൽ ഇന്ന് ഒരു ധന്യ പദവിയിലാണ്. ആ സഭ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് വിശുദ്ധിയുടെ രഹസ്യം? സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ സാധാരണക്കാരനായി ജീവിക്കുവാൻ തക്കവണ്ണം താൻ ഇറങ്ങി എന്നതാണ്. ദ മിനിസ്ട്രി ഓഫ് ഇൻകാർണേഷൻ ജീവിതത്തിൽ സാധ്യമാക്കി തീർത്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പള്ളികളിലല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ റോഡരികിലും ചായക്കടകളിലൊക്കെ ആയിരുന്നു. വിരലിനിടയിൽ മണ്ണ് പറ്റിയിരിക്കുന്നതായുള്ള ആളുകളുടെ ഇടയിൽ, ദുഃഖിച്ച് നടുവീർപ്പെടുന്നതായുള്ള ആളുകളുടെ ഇടയിൽ, കണ്ണുനീർ വാർക്കുന്നതായുള്ള ആളുകളുടെ ഇടയിൽ, അവരെ കണ്ട്, അവരെ കേട്ട്, അവരെ കരുതി, സ്നേഹത്തോടുകൂടി നമുക്കൊരു രക്ഷിതാവുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് നയിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നതായുള്ള ഒരു ഇടയശ്രേഷ്ഠൻ. കൂടുതൽ കണ്ടും കൂടുതൽ അലഞ്ഞും കുറച്ച് ഉറങ്ങിയും ഒരാൾക്ക് നമ്മുടെ ജീവിതത്തിലെ വയലിൽ ഒരു ഗോതമ്പായിട്ട് തീരുവാനായിട്ട് സാധിക്കുമോ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഈ ലോകത്തിൽ ജീവിക്കുന്നതായുള്ള നമ്മളുടെ സമസൃഷ്ടങ്ങൾക്ക് ജീവിക്കുവാൻ ഒരിടവും ജീവിച്ച് വളർന്നു വരുവാനായിട്ട് ഒരു പരിസരവും നൽകുക എന്നത് പ്രാധാന്യം അറിയിക്കുന്നതാണ്. നിങ്ങൾ പലരും അതിശയിച്ചു ഇന്ന് 12 വയസ്സിന് താഴെയുള്ളതായുള്ള കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വരുവാനായിട്ട് പറഞ്ഞ അവസരത്തിൽ അവരെ വീട്ടിൽ കിടത്ത് ഉറക്കിയിട്ട് ആരും വരരുത്, അവരെ പള്ളിയിൽ കൊണ്ടുവന്നു. ഒരു 15 വർഷം കഴിയുമ്പോൾ, നമ്മൾ ഇന്ന് 125ാമത്തെ വർഷമാണ് ആഘോഷിക്കുന്നത്, ഒരു 15 വർഷം കഴിയുമ്പോൾ ഈ ഇടവേള കാര്യങ്ങൾ നോക്കുവാനായിട്ടുള്ളവരാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം, മറക്കരുത്. അവരൊക്കെ വേണ്ടാത്തവരല്ല, അവരെ നമുക്ക് സൈഡ് ലൈൻ ചെയ്യാവുന്നതായുള്ള ആളുകളുമല്ല, അവർ മുഖ്യധാരയിൽ വരേണ്ടതായുള്ള ആളുകളാണ്.
നമ്മളെപ്പോഴും ജീവിച്ച് മരിക്കുന്നതായുള്ള ആളുകളുടെ ജീവിതത്തിലൂടെ ലഭിക്കുന്നതായുള്ള ലെഗസിയെക്കുറിച്ച് പറയാറുണ്ട്. 125 സംവത്സരങ്ങളിൽ ഈ ദേവാലയം, ഈ പള്ളി ഈ പ്രദേശത്തെ നിലകൊണ്ടേ വളർന്നു വന്നു എന്നത് എത്രയോ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കേണ്ടതായുള്ളൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ ലെഗസി ദാറ്റ് യു വാണ്ട് ടു ലീവ് ബിഹൈൻഡ് വെൻ യു ഡൈ? ചിന്തിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് ദ ലെഗസി ദാറ്റ് യു വാണ്ട് ടു ലീവ് ബിഹൈൻഡ്? ഒരു നല്ല ഇടവകയിൽ, ഒരു നല്ല ആരാധനാ സമൂഹത്തിൽ ചേർന്ന് വന്ന് ആരാധിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരുമ്പോൾ കുറേ കഴിഞ്ഞ് ഈ ബെഞ്ചിലൊന്നും ഇരിക്കുവാനായിട്ട് ആളില്ലാത്തതല്ല ഇടവകയായിട്ട് മാറണമെന്നാണോ നമ്മുടെ ആഗ്രഹം? അതോ ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടിവരുത്തുന്ന ഇടമായിട്ട് ദേവാലയം കാണപ്പെടുന്നു? ഈ ധനവാനായുള്ള മനുഷ്യനെ പിന്നീടുള്ള വേദഭാഗത്ത് പറയുന്നുണ്ട്, അവന് ദൈവത്തോടെ പറയുന്നു, ഇവിടെ നിന്ന് ആരെയെങ്കിലും ഇങ്ങോട്ട് അയക്കണം, എനിക്ക് സഹോദരന്മാരുണ്ട്, അവരോടൊന്ന് ഉപദേശിക്കണം. ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവരോട് നൽകുന്നതായുള്ള മറുപടി, അവരുടെ ഇടയിൽ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെ കേട്ടാൽ മതി, അതനുസരിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം എന്നാണ്? ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് അടയ്ക്കപ്പെട്ട ഒരു പുസ്തകമായിട്ട് കാണപ്പെടണമെന്നല്ല, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വായിക്കുവാനായിട്ട് തുടങ്ങും. 125ാമത് സംവത്സരം കൊണ്ടാടുന്നതായുള്ള അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനുണ്ടാക്കിയതായുള്ള പ്രോഗ്രാമിലൊന്നാണ് നമുക്ക് ഈ വർഷം വായിച്ച് തീർക്കണം. പലരും വായിക്കില്ല, നമ്മൾ വായിച്ച് തീർക്കണം. സാധിക്കുമോ? ഓരോരുത്തർക്കായിട്ട് ഓരോ പോർഷനൊക്കെ വിഭാഗിച്ച് തന്നിട്ട് നിങ്ങളിത് വായിച്ചോ എന്ന് പറഞ്ഞ് അത് വായിച്ചു വരുന്നതായുള്ള ആളുകളെ മാത്രമല്ല വേണ്ടത്. ആയുസ് പര്യന്തം ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് അതിലടങ്ങിയിരിക്കുന്നതായുള്ള സത്യങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതായുള്ള തലമുറകൾ ഉണ്ടാകണം. ഞാൻ പറയട്ടെ, യു ആർ നോട്ട് നോൺ ബൈ ദ റിച്ച്നെസ് ദാറ്റ് യു ഹാവ്, നോട്ട് ബൈ ദ വെൽത്ത് ദാറ്റ് യു ഹാവ്. യു വിൽ ബി നോൺ ബൈ ദ ചിൽഡ്രൻ whom you rear up. പുതിയ തലമുറയെ ദൈവത്തിന് സംഘം വളർത്തിക്കൊണ്ടുവരുന്നതിലൂടെയാണ് നമ്മളുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെയും ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മറക്കരുത്. പടിപ്പുരയ്ക്കൽ കിടന്നതായുള്ള ലാസ് തിരിഞ്ഞു പോലും നോക്കിയില്ല. ആദ്യമായിട്ടാണ് കർത്താവ് ഒരാളുടെ പേര് പോലും പറയുന്നത്, ലാസർ എന്നുള്ള പേര്. ദൈവം ശരണമായിട്ടുള്ളതെന്നാണ് എൻ്റെ അർത്ഥം. ദൈവം ശരണമായിട്ടുള്ളത്. തൻ്റെ പടിപ്പുരയിൽ കിടന്നിരുന്നു എന്നാണ് വായിക്കുന്നത്. ഈ മേശമേൽ നിന്ന് വീഴുന്നതായുള്ള അപ്പനുറുക്കുകളൊക്കെ ഭക്ഷിപ്പാനായിട്ട് ആഗ്രഹിച്ചതായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ. അവൻ്റെ കൂടെ കുറേ പട്ടികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വീഴുന്നത് ആദ്യം അവരാണ് കൈക്കലാക്കുന്നത്. അവനൊന്നും കിട്ടാറില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കണമെന്നതാണോ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എല്ലാവരെയും വഴി നടത്തണമെന്നതാണ്? കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ടാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. ഉണ്ടാവുന്നത് ദൈവത്തോട് ചേർന്ന് ദൈവേഷ്ടപ്രകാരം ഈ ലോകത്തിൽ ദൈവഹിതം നിറവേറ്റുന്നതിലൂടെയാണ്. കർത്താവേ, ദേവാലയത്തിലുള്ള ആരാധനയും തിരുവചന ധ്യാനവും നിൻ്റെ രാജ്യത്തിൻ്റെ മാധുര്യമേറിയതായുള്ള ഫലങ്ങളെ നുകരുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തറകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ചതായുള്ള രൂപമയാകുന്നതിൽ ഞങ്ങൾ ധ്യാനിച്ചത് ഈ ലോകത്തെ
വലിയൊരു ധനവാനായി ജീവിക്കുവാനായിട്ട് ഇടയായി തീരുന്നതിലല്ല, എളിമയോടുകൂടി സഹനത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് ഇടയായി തീർന്നവർക്കാകുന്നു സ്വർഗരാജ്യം നൽകുന്നത് എന്നത് നിൻ്റെ വാക്കുകളിലൂടെ ശ്രവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. അബ്രഹാമിൻ്റെ മടിയിലിരുന്നതായുള്ള ലാസർ, അവനെ കാണുന്നതായുള്ള ധനവാൻ, ആ വിരൽ മുക്കി ഒരു തുള്ളി വെള്ളമെങ്കിലും തൻ്റെ നാവിലേക്ക് നൽകണമേ എന്ന് പറയുന്നതായിട്ടുള്ള വേദന നിറഞ്ഞതായിട്ടുള്ള സാഹചര്യത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്നത് തിരിച്ചറിയുമ്പോൾ ദൈവം ഞങ്ങൾക്കായിട്ട് ഒരുക്കുന്നതായുള്ള നിത്യഭവനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിദാനമായി നൽകിയിരിക്കുന്നതായുള്ള മക്കളെല്ലാവരും നിനക്കുള്ളവരായി നിന്നെ അറിയുകയും സ്നേഹിക്കുകയും മാനിക്കുകയും ധ്യാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരായി ജീവിപ്പാൻ്റെ കോണം അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ പ്രകാരം അനുഗ്രഹിക്കപ്പെടുവാൻ കൊണ്ടിടയാകണമേ. തിരുനാമം മഹത്വപ്പെടുവാൻ ഇടയാകണമേ. മാനവ മഹത്വം ഇവിടത്തേക്കായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.